Good morning, dear students. All are welcome to part 2 of Income Tax. കഴിഞ്ഞ ക്ലാസ് എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടുകാണെന്ന് വിചാരിക്കുന്നു. കേൾക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നതിന് മുമ്പേ കഴിഞ്ഞ ക്ലാസ് കേൾക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ് കാണാം. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ്. ഒരു അസസ്സിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നുള്ളതാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കുന്നത്. അപ്പോൾ ആദ്യമായി വാട്ട് ഈസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്? നമുക്കറിയാം, ഇൻകം ടാക്സ് ഈസ് ചാർജ്ഡ് ഓൺ ദ ടോട്ടൽ ഇൻകം ഓഫ് എസ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ ഒരു എസ് എത്രത്തോളം ഇൻകം ഉണ്ടായി, അയാളുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ പുറത്താണ് നമ്മൾ ഇൻകം ടാക്സ് ചാർജ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ആ ഇൻകം, ഇൻസിഡൻസ് ഓഫ് ഇൻകം എന്ന് പറയുക, അല്ലെങ്കിൽ ആ ഇൻകം എന്ന് പറയുന്നതിൻ്റെ ഒരു സ്കോപ്പ് ഉണ്ട്. ആ സ്കോപ്പ് ഓഫ് ഇൻകം അല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് ചാർജബിലിറ്റി അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ അസസ്സിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമുക്ക് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടെത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്ന പേഴ്സൺസ് എന്ന കാറ്റഗറിയിൽ ഇൻഡിവിജ്വൽസ്, ഫേം, കമ്പനി, അങ്ങനെയുള്ള കുറേ ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഓരോരുത്തരുടെയും റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടെത്തുന്നത് വേറെ വേറെ രീതിയിലാണ്. അത് ഡിഫറെൻറ്റ് രീതിയിലാണ് അത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളതാണ്. അതാണ് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ ഇമ്പോർട്ടൻറ്റ്. അപ്പം ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി ഹാവ് ടു കൺസിഡർ ദ ഫോളോയിങ് പോയിന്റ്സ്. അപ്പോൾ അതിൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഈസ് ഡിറ്റർമൈൻഡ് ഇൻ റെസ്പെക്ട് ഓഫ് ഈച്ച് പ്രീവിയസ് ഇയർ. ഓരോ പ്രീവിയസ് ഇയറിനെയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് മേ വേരി. ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എ പേഴ്സൺ ഓർ ആൻ അസസ്സി മേ വേരി ഫ്രം ഇയർ ടു ഇയർ. ഓക്കെ, അപ്പോൾ അതിൽ വ്യത്യാസം വരാം. അതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് എ പേഴ്സൺ ക്യാൻ ഹാവ് ഓൺലി വൺ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഫോർ എ പ്രീവിയസ് ഇയർ. ഒരു വ്യക്തിക്ക് ഒരു പ്രീവിയസ് ഇയറിൽ ഒരു റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് മാത്രമേ ഉണ്ടാവൂ എന്നുള്ളതാണ്. അതായത് അദ്ദേഹത്തിന് cannot have one residential status for one source of income and another residential status for another source of income. അങ്ങനെ സംഭവിക്കില്ല. ഒറ്റ ഒരു റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടാവുള്ളൂ. ഇനി മൂന്നാമത്തത് സിറ്റിസൺഷിപ്പ് ആൻഡ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ബോത്ത് ആർ ടു ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്സ്. അത് രണ്ടാണ്. അവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു ഇന്ത്യൻ സിറ്റിസൺ ഒരു പക്ഷേ റെസിഡൻറ്റ് നോൺ റെസിഡൻ്റ് ആയേക്കാം, റെസിഡൻ്റ് അല്ലാതെ അവസ്ഥ സംഭവിച്ചേക്കാം. അതേസമയം ഒരു ഫോറിൻ സിറ്റിസൺ, ഇന്ത്യക്കാരനല്ലാത്ത ഒരു വ്യക്തി ഇന്ത്യയിൽ റെസിഡൻ്റ് ആയിട്ടും വന്നേക്കാം. ഇത് ഇങ്ങനെ സംഭവിക്കുന്നത് ഇൻകം ടാക്സ് പർപ്പസിനാണ്. അപ്പോൾ അത് രണ്ടും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഇന്ത്യൻ സിറ്റിസൺ മേ ബി എ നോൺ റെസിഡൻറ്റ് വൈൽ എ ഫോറിനർ can be a resident in India for income tax purpose. Okay, then fourth one is a person can have same residential status in more than one country. ഒന്നിലധികം രാജ്യങ്ങളിൽ തന്നെ ഒരു വ്യക്തിക്ക് സെയിം റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടായേക്കാനുള്ളതാണ്. അപ്പോൾ ഇത് മൂന്നുമാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാൽക്കുലേറ്റ് ചെയ്യുക, കണ്ടെത്തുക എന്നുള്ളത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്. ഇനി ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഒരു ഡയഗ്രം നമുക്ക് നോക്കാം. അതിൽ രണ്ട് സ്റ്റാറ്റസ് ആണുള്ളത്. ഒന്ന് റെസിഡൻ്റ് ആവുക എന്നുള്ളതാണ്, മറ്റൊന്ന് നോൺ റെസിഡൻ്റ് ആവുക. റെസിഡൻ്റ് ആവുക അതല്ലെങ്കിൽ നോൺ റെസിഡൻ്റ് ആവുക. ഇനി ഈ റെസിഡൻ്റ് ആവുന്നത് രണ്ട് രീതിയിൽ വരാം. ഒന്ന് റെസിഡൻ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻ്റ്. ഒരു റെസിഡൻ്റ് ആയിട്ടുള്ള ആൾ ഓർഡിനറിലി റെസിഡൻ്റ് ആവാം. അതിലത്തെ രണ്ടാമത്തെ ഓപ്ഷൻ റെസിഡൻ്റ് ആണ്, പക്ഷേ ഹി ഈസ് നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ്. അപ്പോൾ അതാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത്. എപ്പോഴാണ് ഒരാൾ റെസിഡൻ്റ് ആവുക, എപ്പോഴാണ് ഒരാൾ നോൺ റെസിഡൻ്റ് ആവുക. റെസിഡൻ്റ് ആയ ആൾ തന്നെ ഓർഡിനറിലി റെസിഡൻ്റ് ആവുന്ന സിറ്റുവേഷനും ഉണ്ട്, നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആവുന്ന സിറ്റുവേഷനും ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു സമ്മറി. ഓക്കെ, ഇനി നമുക്ക് ആദ്യം ഹൂ ഈസ് എ റെസിഡൻറ്റ് അല്ലെങ്കിൽ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ആരാന്നുള്ളതാണ്. അപ്പോൾ ഒരാൾ റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ there are basically two conditions, and these conditions are called the basic conditions, and one has to satisfy any of these conditions to be a resident in India. അതാണ് അതിൻ്റെ ഒരു കണ്ടീഷൻ. അപ്പോൾ രണ്ട് കണ്ടീഷൻസ് ഇവിടെ ഉണ്ട്. ഈ രണ്ട് കണ്ടീഷൻസിനെയാണ് ബേസിക് കണ്ടീഷൻസ് എന്ന് പറയാം. ഇതിലേതെങ്കിലും ഒരു കണ്ടീഷനെങ്കിലും ഒരാൾ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ അയാൾ റെസിഡൻ്റ് എന്ന് പറയൂ. ഇനി നമുക്ക് നോക്കാം എന്താണ് വാട്ട് ഇസ് കണ്ടീഷൻ 1.
കണ്ടീഷൻ 1 പറയുന്നത് he is in India, that means the assessee is in India for a period or periods amounting in all to 182 days or more in the previous year. സെക്ഷൻ 6(1) ക്ലോസ് എ ആണത് വരുന്നത്. അതായത് ഈ വ്യക്തി നമ്മൾ ആരുടെ ഇൻകം ആണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരുടെ ഇൻകം ആണോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ആ വ്യക്തി അയാൾ ഇന്ത്യയിൽ മൊത്തത്തിൽ പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് ഇന്ത്യയിലുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഇപ്പോൾ 182 ഡേയ്സ് അയാൾ ഇന്ത്യയിലായിരിക്കുക എന്നതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. മിനിമം 182 ഡേയ്സ്, അതിൽ കൂടുതലാവാം. ഇനി ഓർ എന്നുള്ളതാണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ ഹീസ് ഇൻ ഇന്ത്യ ഫോർ 60 ഡേയ്സ് ഓർ മോർ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ അയാൾ ഇന്ത്യയിൽ 60 അതിൽ കൂടുതലോ ദിവസം തങ്ങുന്നു. ആൻഡ് ഹാസ് ബീൻ ഇൻ ഇന്ത്യ ഫോർ 365 ഓർ മോർ ഡേയ്സ് ഡ്യൂറിങ് 4 പ്രീവിയസ് ഇയേഴ്സ് ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിങ് ദ റെലവൻറ്റ് പ്രീവിയസ് ഇയർ. അതായത് തൊട്ട് മുമ്പേ ഉള്ള പ്രീവിയസ് ഇയർ, അതാണ് പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയർ അതിൻ്റെ തൊട്ട് മുമ്പേ ഉള്ള 4 വർഷക്കാലം, ആ 4 വർഷക്കാലത്തിൽ അയാൾ 365 അതിൽ കൂടുതലോ ദിവസം ഉണ്ടായിരിക്കണം. ഒന്നുകൂടെ പറയാം. കണ്ടീഷൻ 2, ഒന്നാമത്തെ കാര്യം അയാൾ 60 അതിൽ കൂടുതലോ പ്രീവിയസ് ഇയറിൽ ഉണ്ടാവുക. രണ്ടാമത്തെ കണ്ടീഷൻ ഈ പ്രീവിയസ് ഇയറിൻ്റെ മുമ്പേ ഉള്ള 4 വർഷത്തിൽ അദ്ദേഹം 365 അതിൽ കൂടുതലോ ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഈ 2 കണ്ടീഷനും പറയുന്ന പേരാണ് ബേസിക് കണ്ടീഷൻ. ഇതിലേതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയെ നമ്മൾ റെസിഡൻ്റ് എന്ന് പറയും. ഓക്കെ, റെസിഡൻ്റ് ഇൻ ഇന്ത്യ. ഇനി ഇതിൻ്റെ അണ്ടറിലാണ് 2 കണ്ടീഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. പിന്നെ ഇവിടെ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഇമ്പോർട്ടൻ്റ് എക്സെപ്ഷൻ ഉണ്ട് ഈ കണ്ടീഷൻ 2ലേക്ക്. ഇപ്പോൾ കണ്ടീഷൻ 2 ഇതാണ്, 60 ദിവസം ഉണ്ടാവുക. അതോടൊപ്പം തന്നെ ആ പ്രീവിയസ് ഇയറിൻ്റെ മുൻപേ ഉള്ള 4 വർഷത്തിൽ മൊത്തത്തിൽ 365 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞു. ഈ കണ്ടീഷനിൽ ഒരു പ്രധാനപ്പെട്ട എക്സെപ്ഷൻ, പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്ന ഒരു എക്സെപ്ഷൻ വരുന്ന ഇതാണ്. ആൻഡ് ദിസ് റൂൾ ഓഫ് 60 days ഈസ് ഇറലവൻറ്റ് ടു ഇന്ത്യൻ സിറ്റിസൻസ് ഹു ഗോ എബ്രോഡ് ഫോർ എംപ്ലോയ്മെൻറ്റ് പർപ്പസ്. എംപ്ലോയ്മെൻറ്റ് പർപ്പസിന് വേണ്ടി പുറത്തു പോകുന്ന ഇന്ത്യൻ സിറ്റിസൻസ് ആണെങ്കിൽ അവർക്ക് ഈ റൂള് ബാധകമല്ല എന്നാണ്. ഓക്കെ, such persons to be a resident must stay for 182 days or more in India instead of 60 days in the relevant previous year. അത്തരം ജോലിക്ക് പോകുന്ന അത്തരത്തിലുള്ള വ്യക്തികൾ ഇന്ത്യയിൽ 60 ദിവസം, ഫോർ എക്സാമ്പിൾ ഒരാൾ 70 ദിവസം നിന്നു, ആ 70 ദിവസം നിന്നു എന്ന കാരണത്താൽ അയാൾ നമ്മൾ റെസിഡൻ്റ് ആയിട്ട് പറയാൻ കഴിയില്ല, അയാൾ നോൺ റെസിഡൻ്റ് ആയേക്കാം. അപ്പം അങ്ങനെ ഒരു കേസിൽ അയാൾ 182 ഡേയ്സ് അല്ലെങ്കിൽ അതിൽ കൂടുതലോ നിന്നെങ്കിൽ മാത്രമേ അയാൾ റെസിഡൻ്റ് ആക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അയാൾ നോൺ റെസിഡൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ കണ്ടീഷൻ 2 എംപ്ലോയ്മെൻറ്റിൻ്റെ കേസിൽ, എംപ്ലോയ്മെൻറ്റ് പർപ്പസിന് വേണ്ടി എബ്രോഡ് പോകുന്ന ഇന്ത്യൻ സിറ്റിസൻസിൻ്റെ കേസിൽ ഈ റൂള് ബാധകമല്ല എന്നുള്ളതാണ്. ഓക്കെ, അത് നമുക്കൊരു പ്രോബ്ലം വരുന്നുണ്ട്, അതിൽ കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ കിട്ടും. ഇനി ഇതിലത്തെ 2 സിറ്റുവേഷനാണ്. ഒരു റെസിഡൻറ്റ് he can be an ordinarily resident and also not ordinarily resident നമ്മൾ പറഞ്ഞിരുന്നു. അതിലത്തെ ഫസ്റ്റ് കേസാണ് ഓർഡിനറിലി റെസിഡൻറ്റ്. അപ്പോൾ എപ്പോഴാണ് ഒരു വ്യക്തി ഓർഡിനറിലി റെസിഡൻറ്റ് എന്ന് പറയാന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ 2 കണ്ടീഷൻസ് ഉണ്ട്. ഈ 2 കണ്ടീഷൻസിനെ നമ്മൾ അഡീഷണൽ കണ്ടീഷൻസ് എന്ന് പറയും. ഈ 2 കണ്ടീഷനും ഒരാൾ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ അയാളെ ഓർഡിനറിലി റെസിഡൻ്റ് എന്ന് പറയുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരാളെ ഓർഡിനറിലി റെസിഡൻറ്റും ആണ് അതോടൊപ്പം ഓർഡിനറിലി റെസിഡൻറ്റും ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഹി മസ്റ്റ് സാറ്റിസ്ഫൈ ബോത്ത് ദീസ് കണ്ടീഷൻസ്. ഏതെങ്കിലും ഒന്ന് പോലെ 2ഉം സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ അയാൾ ഓർഡിനറിലി റെസിഡൻ്റ് ആവുന്നുള്ളൂ. അതിൽ ഫസ്റ്റ് കണ്ടീഷനാണ് കണ്ടീഷൻ നമ്പർ 1. ഹി ഹാസ് ബീൻ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് 2 ഔട്ട് ഓഫ് 10 പ്രീവിയസ് ഇയേഴ്സ് ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡ് ദ റെലവൻറ്റ് പ്രീവിയസ് ഇയർ. നമ്മൾ ഏത് പ്രീവിയസ് ഇയറിലാണോ ഇത് അയാളുടെ റെസിഡൻസ് സ്റ്റാറ്റസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ആ പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പത്തെ മൊത്തം 10 പ്രീവിയസ് ഇയറിൽ മിനിമം 2 വർഷമെങ്കിലും അയാൾ റെസിഡൻ്റ് എന്നുള്ള സ്റ്റാറ്റസ് അയാൾ കിട്ടിയിരിക്കണം. ഓക്കെ, അപ്പോഴാണ് അതാണ് ഒരു കണ്ടീഷന്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ, ഹി ഹാസ് ബീൻ ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 730 ഡേയ്സ്. അദ്ദേഹം ഇന്ത്യയിൽ 730 ദിവസം അല്ലെങ്കിൽ കൂടുതൽ ഉണ്ടാവണം. എപ്പോൾ? ഡ്യൂറിങ് 7 പ്രീവിയസ് ഇയേഴ്സ് ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡ് ഇൻ ദ റെലവൻറ്റ് പ്രീവിയസ് ഇയർ.
റെലവൻറ്റ് പ്രീവിയസ് ഇയർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏത് പ്രീവിയസ് ഇയറിലെ സ്റ്റാറ്റസ് ആണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ പ്രീവിയസ് ഇയറിന് മുമ്പേ ഉള്ള 7 വർഷത്തിൽ 730 അതിലധികമോ ദിവസം അദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ 2 കണ്ടീഷനും ഒരാൾ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അദ്ദേഹത്തെ ഓർഡിനറിലി റെസിഡൻ്റ് ആണെന്ന് പറയുള്ളൂ. ഓക്കെ, ഇനി രണ്ടാമത്തെ നോട്ട് ഓർഡിനറിലി ആണ്. അപ്പോൾ ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ ആ വ്യക്തി നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആയിരിക്കും. ഇഫ് എ റെസിഡൻ്റ് ആണ് അത് ഓക്കെ, പക്ഷേ ഇഫ് ഈ ഡസ് നോട്ട് സാറ്റിസ്ഫൈ ബോത്ത് ദി അഡീഷണൽ കണ്ടീഷൻസ്. നമ്മൾ നേരത്തെ 2 കണ്ടീഷൻ അഡീഷണൽ, ഇപ്പോൾ 2 ടൈപ്പ് കണ്ടീഷൻ ഉണ്ട്. ഒന്ന് ബേസിക് കണ്ടീഷനാണ്, മറ്റേ അഡീഷണൽ കണ്ടീഷൻ. 2ലും 2 വീതം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കൺഫ്യൂസ്ഡ് ആവരുത്. If a resident does not satisfy both the additional conditions, he is called a resident but not ordinarily resident. അപ്പോൾ അദ്ദേഹത്തെ റെസിഡൻ്റ് എന്ന് പറയും, പക്ഷേ നോട്ട് ഓർഡിനറിലി ആയിട്ടുള്ള റെസിഡൻ്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അതിലത്തെ രണ്ടാമത്തെ കാറ്റഗറിയാണ്. നമ്മൾ 2 സ്റ്റാറ്റസാണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന് റെസിഡൻ്റ് ഇൻ ഇന്ത്യ, രണ്ടാമത്തെ നോൺ റെസിഡൻ്റ് ഇൻ ഇന്ത്യയാണ്. അപ്പോൾ നമ്മൾ 2 കണ്ടീഷൻ, ബേസിക് 2 കണ്ടീഷൻ പറഞ്ഞു. If an assessee who is not to satisfy any of the 2 basic conditions shall be treated as a non-resident in India for the relevant previous year. അപ്പോൾ നമ്മൾ റെസിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മനസ്സിലാക്കിയത്? ആ 2 ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള 2 ബേസിക് കണ്ടീഷൻ, അതായത് 182 ഡേയ്സ് ഉണ്ടാവുക, അതല്ലെങ്കിൽ 60 ഡേയ്സ് പ്ലസ് ആ 4 ഇയേഴ്സ് പ്രൊസീഡിങ് 4 ഇയേഴ്സ് റെലവൻറ്റ് പ്രീവിയസിൻ്റെ മുമ്പുള്ള 4 ഇയേഴ്സ് ഉണ്ടാവുക. ഇത് രണ്ടുമാണ് ബേസിക് കണ്ടീഷൻസ്. ഈ ബേസിക് കണ്ടീഷനിൽ ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ അയാൾ റെസിഡൻ്റ് ആണ്. അതിൽ ഒന്നും സാറ്റിസ്ഫൈ ചെയ്തില്ല എങ്കിൽ അപ്പോഴാണ് അയാൾ നോൺ റെസിഡൻ്റ് ആവുന്നത്. അതാണ് നോൺ റെസിഡൻ്റ് ഇൻ ഇന്ത്യ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇഫ് എ പേഴ്സൺ ഓർ ഇഫ് ആൻ അസസി ഡസ് നോട്ട് സാറ്റിസ്ഫൈ എനി ഓഫ് ദ 2 ബേസിക് കണ്ടീഷൻസ് ദെൻ ഹി ഷാൾ ബി ട്രീറ്റഡ് ആസ് എ നോൺ റെസിഡൻറ്റ്. ഓക്കെ, ഇതാണ് അതിൻ്റെ സ്റ്റാറ്റസ്. ഇനി അതിലുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസ് ആണ് നമുക്കൊന്ന് നോക്കാം. ആൻഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് മിസ്റ്റർ വിനു കെയിം ടു ഇന്ത്യ ഫോർ ഫസ്റ്റ് ടൈം ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ 2019-20. ആ 2019-20 വിനു എന്ന് പറയുന്ന ആൾ ആദ്യമായിട്ടാണ് അയാൾ ഇന്ത്യയിലേക്ക് വരുന്നത്. ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഹി സ്റ്റേഡ് ഇൻ ഇന്ത്യ ഫോർ, അദ്ദേഹം പ്രീവിയസ് ഇയറിൽ ഇപ്പോൾ 48 ഡേയ്സ് ഇവിടെ സ്റ്റേ ചെയ്യുന്നു, 184 ഡേയ്സ് സ്റ്റേ ചെയ്യുന്നു. മൂന്നാമത്തെ ഓപ്ഷൻ 168 ഡേയ്സ് അയാൾ സ്റ്റേ ചെയ്യുന്നു. ഇങ്ങനെ ചെയ്താൽ അദ്ദേഹത്തിൻ്റെ റെസിഡൻസി സ്റ്റാറ്റസ് എന്തായിരിക്കും ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2020-21 എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫോർ ദ പ്രീവിയസ് ഇയർ ആണ് അവിടെ വരുന്നത്. ആക്ച്വലി പ്രീവിയസ് ഇയറിൽ എങ്ങനെയായിരിക്കും വരുന്നത് എന്നുള്ളതാണ്. 1920 അയാളുടെ റെസിഡൻസ് സ്റ്റാറ്റസ് എന്തായിരിക്കും? ഇനി അതിൻ്റെ സൊല്യൂഷനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫസ്റ്റ് കേസിൽ 48 ഡേയ്സ് ആണ് അയാൾ നിൽക്കുന്നത് എങ്കിൽ, അപ്പോൾ നമ്മൾ അത് ബേസിക് കണ്ടീഷൻ നോക്കുക. ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ 182 ഡേയ്സ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. രണ്ടാമത്തെ കണ്ടീഷൻ അയാൾ മിനിമം 60 ഡേയ്സ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ ബേസിക് ആയിട്ടുള്ള 2 ബേസിക് കണ്ടീഷൻസും അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് അവിടെ ഒന്നാമത്തെ കേസിൽ ഈസ് എ നോൺ റെസിഡൻറ്റ്. അദ്ദേഹം നോൺ റെസിഡൻ്റ് ആണ്. റീസൺ മനസ്സിലായല്ലോ. 48 ഡേയ്സ് മാത്രമേ അയാളിവിടെ സ്റ്റേ ചെയ്യുന്നുള്ളൂ. 48 ഡേയ്സ് എന്നുള്ളത് നമ്മൾ 2 ബേസിക് കണ്ടീഷനിലും ഇൻക്ലൂഡഡ് അല്ല. അതുകൊണ്ട് അദ്ദേഹം നോൺ റെസിഡൻ്റ് ആണ്. 48 ദിവസമാണെങ്കിൽ. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ 184 ഡേയ്സ് എന്നുള്ളതാണ്. 184 ഡേയ്സ് ആണെങ്കിൽ ഹി ഈസ് എ റെസിഡൻറ്റ്. നമുക്കറിയാം, ബിക്കോസ് ഹി സാറ്റിസ്ഫൈസ് ദ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ. 182 അതിൽ കൂടുതലോ എന്നല്ലേ പറഞ്ഞേ. അപ്പോൾ അതിലിവിടെ 184 ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ തന്നെ അയാൾ സാറ്റിസ്ഫൈ ചെയ്യുന്നു. അപ്പോൾ ഹി ഈസ് എ റെസിഡൻറ്റ്. ആൻഡ് ഇനി തേർഡ് കണ്ടീഷൻ വരുന്നത് 160 ഡേയ്സ് ആണ്. 160 ഡേയ്സ് ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസ് വരിക നോൺ റെസിഡൻ്റ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 160 ആകുമ്പോൾ നേരത്തെ ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. 182 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. പിന്നെ വേണ്ടത് രണ്ടാമത്തെ കണ്ടീഷനാണ്. അതിൽ വേണ്ടത് 60 ദിവസത്തിൽ കൂടുതൽ ഉണ്ടാവും. അതിവിടെ 160ൽ 60 ദിവസത്തിൽ കൂടുതൽ വരുന്നു. പക്ഷേ അതിൻ്റെ മുമ്പത്തെ 4 വർഷത്തിൽ അദ്ദേഹം ഇവിടെ ഉണ്ടാവണം എന്നുള്ള ആ കണക്കുണ്ടല്ലോ. പക്ഷെ അതിവിടെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയില്ല. കാരണം അദ്ദേഹം ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ വരുന്നത്. മുൻപ് വർഷങ്ങളിൽ ഇവിടെ ഇല്ല. ആ കാരണത്താൽ ഹി ബിക്കംസ് നോൺ റെസിഡൻറ്റ്. അപ്പോൾ ഹിയർ ഡസ് നോട്ട് സാറ്റിസ്ഫൈ ബേസിക് കണ്ടീഷൻ 1. അതോടൊപ്പം തന്നെ ദോ ഹി റിസൈഡ്സ് ഫോർ മോർ ദാൻ 60 ഡേയ്സ് ബട്ട് ഹി ഡിഡ് നോട്ട് റിസൈഡ് ഇൻ ഇന്ത്യ ഇൻ 4 ഇയേഴ്സ് ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡ് ഇൻ ദ പ്രീവിയസ് ഇയർ. ഓക്കെ,
കാരണം മനസ്സിലാക്കി ആ നോട്ട് പറഞ്ഞിട്ടുണ്ട് ഹി കെയിം ഫസ്റ്റ് ടൈം. അപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അയാൾക്ക് മുൻപേ ഉള്ളൊരു സ്റ്റേ എന്തായാലും ഇല്ല, അദ്ദേഹം ഈ സമയത്ത് മാത്രമേ നിൽക്കുന്നുള്ളൂ. ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ അത് വർക്കൗട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. Mr. Yusuf, an Indian citizen, left India for first time on 1st April 2019 for joining job in Dubai. ദുബായിൽ ജോബിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസുഫ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ സിറ്റിസൺ ആദ്യമായിട്ട് ഏപ്രിൽ 1, 2019 ദുബായിലേക്ക് പോകുന്നു. ഹി കെയിം ടു ഇന്ത്യ. അങ്ങനെ അദ്ദേഹം തിരിച്ച് ഇന്ത്യയിലേക്ക് വരികയാണ് ഓൺ 11th October 2019 ഫോർ ഓൺലി 190 days. 190 ദിവസത്തിന് വരുന്നു. 11th October വരുന്നത്. ഡിറ്റർമൈൻ ഹിസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഫോർ ദ പ്രീവിയസ് ഇയർ 2019-20. 2019-20 അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്നിട്ട് സൊല്യൂഷനിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് ഡേയ്സ് യൂസുഫ് സ്റ്റേഡ് ഡ്യൂറിങ് 1920 ആണ്. ആ 1920 യൂസുഫ് എത്ര ദിവസം ഇന്ത്യയിൽ നിന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ട അദ്ദേഹം ആദ്യമായിട്ട് പോകുന്നത് 1st April പോകുന്നത്. ഏപ്രിൽ 2019 പോകുന്നത്. ഓക്കെ. അപ്പോൾ നമുക്കറിയാം പ്രീവിയസ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് April 1. അപ്പോൾ April 1 അദ്ദേഹം പോകുന്നു. അപ്പോൾ പോകുമ്പോൾ അദ്ദേഹം ഉള്ള ഒരു ദിവസം, ആ ദിവസം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. വരികയാണെങ്കിൽ വരുന്ന ദിവസവും പോവുകയാണെങ്കിൽ പോകുന്ന ദിവസവും ഇവിടെ ഉള്ളതായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ. അപ്പോൾ 1st April അപ്പോൾ നമുക്കിവിടെ കാണാം. അപ്പോൾ April 1 അയാൾ പോകുന്നു. അപ്പോൾ അവിടെ ഒരു ദിവസം വരുന്നത്. അപ്പോൾ ഏപ്രിൽ ഒരു ഡേ അവിടെ ഉണ്ടായിരിക്കും. പിന്നെ മെയ് ഇല്ല, മെയ് 2. പിന്നെ അദ്ദേഹം തിരിച്ചു വരുന്ന October 11 അപ്പോൾ മെയ് മുതൽ സെപ്റ്റംബർ വരെ അദ്ദേഹം ഇവിടെ ഇല്ല. അപ്പോൾ 0 ആണ് വരിക. മെയ് ടു സെപ്റ്റംബർ ഇവിടെ ഇല്ല. പിന്നെ ഒക്ടോബറിൽ വരുന്നത് 11 ഓക്കെ. അപ്പോൾ ഒക്ടോബറിൽ 11 വരുമ്പം അദ്ദേഹം വരുന്ന ദിവസം കൂട്ടും. അപ്പോൾ മുമ്പുള്ള 10 ദിവസമാണ് അതിന് ഒഴിവാകുന്നുള്ളൂ. അപ്പോൾ 21 ദിവസം വരും ഒക്ടോബറിൽ. പ്ലസ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അയാളുണ്ട്. പിന്നെ നവംബറിൽ 30 ദിവസമുണ്ട്. പിന്നെ ഡിസംബറിൽ 31 ദിവസമുണ്ട്. പിന്നെ ജനുവരിയിൽ 31 ദിവസമുണ്ട്. പിന്നെ ഫെബ്രുവരി 29 ആ വർഷത്തിൽ 2020 29 പ്ലസ് 31 മാർച്ചിൽ 31. കാരണം അദ്ദേഹം മൊത്തത്തിൽ 190 ഡേയ്സിനാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ വർഷം പ്രീവിയസ് ഇയർ മാർച്ച് 30 അവസാനിക്കുന്നു. അപ്പോൾ നമ്മൾ അതുവരെ ഡേയ്സ് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അയാൾ അതിന് ശേഷം ഇവിടെ നിൽക്കുന്നുണ്ട്. കാരണം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 190 ഡേയ്സിനാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ മൊത്തം വരുമ്പോൾ നമുക്ക് 174 ഡേയ്സ് അത്രയും വരില്ല. പിന്നെ ഈ 21 മുതൽ വരുമ്പോൾ അത്രയും ദിവസം, കുറച്ചുകൂടി ദിവസം അയാൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല. നമ്മളിതിൻ്റെ ടോട്ടൽ ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റേ നമുക്ക് മനസ്സിലാവുന്നത് പ്രീവിയസ് ഇയർ 174 ഡേയ്സ് ആണ് ടോട്ടൽ. ഇനി നമ്മൾ നോക്കേണ്ടത് ഇദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം സ്റ്റാറ്റസ് ഒന്ന് മനസ്സിലാക്കേണ്ടത് ഹി ലെഫ്റ്റ് ഇന്ത്യ ഫോർ എംപ്ലോയ്മെൻറ്റ് പർപ്പസ്. അദ്ദേഹം ജോലി ആവശ്യാർത്ഥമാണ്, എംപ്ലോയ്മെൻറ്റ് പർപ്പസിനാണ് അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഇവിടെ ഒരു റെസിഡൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഹി ഹാസ് ടു സ്റ്റേ അറ്റ്ലീസ്റ്റ് ഫോർ 182 ഡേയ്സ്. 182 ദിവസം ഇവിടെ നിന്നെങ്കിൽ മാത്രമേ എംപ്ലോയ്മെൻറ്റ് പർപ്പസിന് വേണ്ടി പോയ ഒരാളെ നമുക്ക് റെസിഡൻ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. അയാളുടെ മുൻപത്തെ സ്റ്റാറ്റസ് ഒന്നും നോക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ 182 ഡേയ്സ് മിനിമം ആ ഒരു വർഷത്തിൽ പ്രീവിയസ് ഇയറിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ബട്ട് ഹീ സ്റ്റേഡ് ഓൺലി ഫോർ 174 ഡേയ്സ്. അദ്ദേഹം 174 ദിവസം മാത്രമേ ഇവിടെ നിന്നിട്ടുള്ളൂ. അതുകൊണ്ട് സോ ഹീസ് നോൺ റെസിഡൻറ്റ് ഫോർ ദ പ്രീവിയസ് ഇയർ 2019-20. 2019-20 അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസ് നോൺ റെസിഡൻ്റ് ആണ്. ഓക്കെ. ഇതിപ്പോൾ എംപ്ലോയ്മെൻറ്റ് പർപ്പസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. കാരണം അവിടെ 174 ഡേയ്സ് അയാൾ ഇവിടെ ഉണ്ട്. പ്ലസ് അയാൾ മുൻപേ 4 വർഷം ഒക്കെ ഇവിടെ ഇന്ത്യയിലുള്ള ആൾ തന്നെയാണ്. പക്ഷേ ഈ എംപ്ലോയ്മെൻറ്റ് പർപ്പസ് ആയതുകൊണ്ട് നോൺ റെസിഡൻ്റ് ആവും. ഓക്കെ. അല്ലാത്ത കേസിലാണെങ്കിൽ റെസിഡൻ്റ് കാരണം നേരത്തെ പറഞ്ഞ ബേസിക് കണ്ടീഷൻസിലെ സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഈ കേസിലല്ലായിരുന്നുവെങ്കിൽ. പക്ഷേ ഇത് എംപ്ലോയ്മെൻറ്റ് പർപ്പസ് ആവുന്നതുകൊണ്ട് അവിടെ ഒരു എക്സെപ്ഷൻ ഈ റൂളിലേക്ക് വരികയാണ്. ഓക്കെ. നേരത്തെ പറഞ്ഞ എക്സെപ്ഷനാണ് ഇവിടെ ആപ്ലിക്കബിൾ ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹി ബിക്കംസ് നോൺ റെസിഡൻറ്റ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3. Mr. Rohit, aged 20 years, left India for first time on May 31st, 2019. അദ്ദേഹം ഇന്ത്യ വിട്ടിട്ട് പോവാണ്. ആദ്യമായിട്ട് May 31st, 2019 പോകുന്നത്. ഡിറ്റർമൈൻ ഈസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഫോർ ദ പ്രീവിയസ് ഇയർ 2019-20.
ഈ രണ്ട് കണ്ടീഷനിൽ നോക്കാനാണ് പറയുന്നത്. ഒന്ന് ഹി ലെഫ്റ്റ് ഫോർ എംപ്ലോയ്മെന്റ് പർപ്പസ്, അദ്ദേഹം എംപ്ലോയ്മെന്റ് പർപ്പസിനാണ് പോകുന്നത്. രണ്ടാമത്തെ ഹി ലെഫ്റ്റ് ഇന്ത്യ ഓൺ വേൾഡ് ടൂർ, അദ്ദേഹം ടൂർ എന്ന പർപ്പസിലാണ് പോകുന്നത്. ഈ രണ്ട് പർപ്പസിൽ വരുമ്പോഴും അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസിൽ വരുന്ന വ്യത്യാസമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ അതിന് സൊല്യൂഷനിലേക്ക് പോകാം. രണ്ട് കാര്യങ്ങളാണ്. ഫാക്ട് 1, അദ്ദേഹം ഇന്ത്യയിൽ സ്റ്റേ ചെയ്തത് പ്രീവിയസ് ഇയറിൽ അദ്ദേഹം പോകുന്നത് മെയ് 31-നാണ്. അപ്പം അതിൻ്റെ മുമ്പ് പിന്നെ വർഷം 2019-20 എന്ന് പറയുന്ന പ്രീവിയസ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 1-നാണ്. അപ്പോൾ ഏപ്രിൽ 30 ദിവസം അദ്ദേഹം ഇവിടെ ഉണ്ട്. ഏപ്രിൽ 1 മുതൽ 30 ദിവസം ഇവിടെ ഉണ്ട്. പ്ലസ് മെയ് 31-നാണ് പോകുന്നത്. അപ്പോൾ 31 ദിവസവും 31-ാമത്തെ ദിവസം കൂട്ടും. അപ്പോൾ 30 + 31 ടോട്ടൽ 61 ഡേയ്സ് അദ്ദേഹം പ്രീവിയസ് ഇയറിൽ ഇവിടെ ഉണ്ട്. ഓക്കെ. ഈ രണ്ടാമത്തെ ഒരു ഫാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി വാസ് ഇൻ ഇന്ത്യ ബിഫോർ ഹി ലെഫ്റ്റ് ഇന്ത്യ. അദ്ദേഹം ആദ്യമായിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഈ പോകുന്നതിന് മുമ്പേ അദ്ദേഹം ഇന്ത്യയിൽ തന്നെയാണ് താമസം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കുക. ഇനി നമുക്ക് കേസ് 1-ലേക്ക് വരാം. കേസ് 1-ൽ അദ്ദേഹം എംപ്ലോയ്മെന്റ് പർപ്പസിലാണ് പോകുന്നതെന്ന് പറയുന്നു. എംപ്ലോയ്മെന്റ് പർപ്പസിലാണ് പോകുന്നതെങ്കിൽ കേസ് 1-ൽ അതിൻ്റെ ഉത്തരം അയാളുടെ സ്റ്റാറ്റസ് ഹീസ് നോൺ റെസിഡൻറ്റ്. അദ്ദേഹം നോൺ റെസിഡൻ്റ് ആണ്. എന്തുകൊണ്ടാണ് നോൺ റെസിഡൻ്റ് ആവുന്നത്? തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ കണ്ട പോലെ അദ്ദേഹം ഇവിടെ 61 ഡേയ്സ് ഇവിടെ ഉണ്ട്. ആക്ച്വലി 61 ഡേയ്സ് ഉണ്ട്. അദ്ദേഹം 4 വർഷമൊക്കെ ആയിട്ട് ഇന്ത്യയിൽ താമസമുണ്ട്. പക്ഷേ ഇദ്ദേഹം പോകുന്നത് എംപ്ലോയ്മെന്റ് പർപ്പസിനായതിനാൽ ആ കണ്ടീഷൻ, ആ എക്സെപ്ഷൻ ഇവിടെ വരികയാണ് ചെയ്യുന്നത്. ഓക്കെ. അതായത് നേരത്തെ പറഞ്ഞിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ബേസിക് ആയിട്ട് രണ്ട് കണ്ടീഷൻ പറഞ്ഞാൽ രണ്ടാമത്തെ കണ്ടീഷൻ ആക്ച്വലി അയാൾ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നു. അയാൾ മിനിമം 61 ദിവസം ഇവിടെ ഉണ്ട്. ഓക്കെ. പ്ലസ് 4 വർഷം മുൻപേയും അയാൾ ഇന്ത്യയിൽ താമസിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ബേസിക് കണ്ടീഷനിൽ രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാൾ റെസിഡൻ്റ് ആവേണ്ടതാണ്. പക്ഷേ ഇദ്ദേഹം ഇവിടെ പോകുന്നത് എംപ്ലോയ്മെന്റ് പർപ്പസിലായതുകൊണ്ട് അദ്ദേഹത്തിന് ആ റൂളിൻ്റെ എക്സെപ്ഷൻ വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഹീസ് എ നോൺ റെസിഡൻറ്റ്. ഓക്കെ, അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ കേസാണ്. രണ്ടാമത്തെ കേസിൽ അദ്ദേഹം പോകുന്നത് വേൾഡ് ടൂറിനാണ്. അപ്പോൾ ഇതൊരു എക്സെപ്ഷൻ കേസ് അല്ല. അപ്പോൾ കേസ് 2-ൽ ലീവിങ് ഇന്ത്യ ഓൺ വേൾഡ് ടൂർ ഈസ് നോട്ട് ആൻ എക്സെപ്ഷൻ ഓഫ് സെക്ഷൻ 6(1). അതിൽ എക്സെപ്ഷൻ അല്ല. അത് മാത്രമല്ല, അദ്ദേഹം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ ഫർദർ ഹി സാറ്റിസ്ഫൈസ് ബേസിക് കണ്ടീഷൻ നമ്പർ 2. നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ഇവിടെ 60 ദിവസം ഉണ്ട്. പ്രീവിയസ് ഇയറിൽ 60 ദിവസം ഉണ്ട്. പ്ലസ് അതിന് മുമ്പത്തെ ഈ പ്രീവിയസ് ഇയറിന് മുമ്പത്തെ 4 വർഷമായിട്ട് അദ്ദേഹം ഇന്ത്യയിൽ താമസക്കാരനുമാണ്. അപ്പോൾ അദ്ദേഹം ബേസിക് കണ്ടീഷൻസിലെ രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം റെസിഡൻ്റ് ആണ്. ഓക്കെ. അതോടൊപ്പം തന്നെ അദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള രണ്ട് കണ്ടീഷൻസ് ഓക്കെ. ഈ അഡീഷണൽ ആയിട്ടുള്ള രണ്ട് കണ്ടീഷൻസും ഇദ്ദേഹം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. കാരണം അദ്ദേഹം ആദ്യമായിട്ടാണല്ലോ ഇന്ത്യ വിട്ടു പോകുന്നത്. അപ്പോൾ അക്കാലം വരെയും അദ്ദേഹം ഇന്ത്യയിൽ തന്നെയാണ് താമസം. അപ്പോൾ അതുകൊണ്ട് അഡീഷണൽ രണ്ട് കണ്ടീഷനും അദ്ദേഹം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹം റെസിഡന്റ് മാത്രമല്ല, ഓർഡിനറിലി റെസിഡന്റ് കൂടെയാണ്. അപ്പോൾ ഈസ് ആൻ ഓർഡിനറിലി റെസിഡന്റ് ഫോർ ദ പ്രീവിയസ് ഇയർ 2019-20. അപ്പോൾ ഇതാണ് 3 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തു നിന്നുള്ള 3 ക്വസ്റ്റ്യൻസ് അവസാനിക്കുന്നു. ഇനി ഇതേ മോഡൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് മനസ്സിലാക്കുക. ഓക്കെ. ഇനി നമ്മൾ നോക്കാനുള്ള ഏതാനും ചില ടേംസ് ആണ്. വാട്ട് ഈസ് ടാക്സ് ഇവേഷൻ? ടാക്സ് ഇവേഷൻ, withholding information relating to real income or making false claim and reduces tax liability. അപ്പോൾ ടാക്സ് ലാബിലിറ്റി റെഡ്യൂസ് ചെയ്യുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ഒരു വ്യക്തി അയാളുടെ യഥാർത്ഥ ഇൻകം മറച്ചു വെക്കുന്നു. ഇൻകം ടാക്സ് അതോറിറ്റി അവരിൽ നിന്നും യഥാർത്ഥ ഇൻകം മറച്ചു വെക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ടാക്സ് റിട്ടേൺ ഒന്നും ഫയൽ ചെയ്യാതെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫാൾസ് ആയിട്ടുള്ള കാര്യം ക്ലെയിം ചെയ്തുകൊണ്ടൊക്കെ അയാൾ ടാക്സ് ലാബിലിറ്റി റെഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ ടാക്സ് ഇവേഷൻ, നികുതിൻ്റെ വെട്ടിപ്പ് എന്നുള്ള രീതിയിൽ പറയുന്നത്. അത് നമുക്കറിയാം, ആ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ദിസ് ഈസ് ഇല്ലീഗൽ ആൻഡ് ആൻറ്റി സോഷ്യൽ. ഇത് സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള, നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ടാക്സ് ഇവേഷൻ. ഈ രണ്ടാമത്തെ ടേമാണ് ടാക്സ് അവോയ്ഡൻസ്. ടാക്സ് അവോയ്ഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് ദി ആർട്ട് ഓഫ് ഇവേഡിങ് ടാക്സ് വിത്തൗട്ട് ആക്ച്വലി ബ്രേക്കിംഗ് ദ ലോ. നിയമം ലംഘിക്കാത്ത രീതിയിൽ ടാക്സ് ഒഴിവാക്കുക, നികുതി ഒഴിവാക്കുക, അതിന് പറയുന്ന പേരാണ് ടാക്സ് അവോയ്ഡൻസ്. ഇവിടെ ആക്ച്വലി ചെയ്യുന്നത് ഇറ്റ്സ് ആൻ അറ്റംപ്റ്റ് ടു റെഡ്യൂസ് ടാക്സ് ബൈ ലീഗൽ മീൻസ്.
ലീഗൽ മീൻസ് വഴിയാണ്, അല്ലെങ്കിൽ നിയമപ്രകാരം നിയമം അനുവദിക്കുന്ന വഴിയിലൂടെയാണ് ഒരാൾ ടാക്സ് റെഡ്യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ടാക്സ് അയാൾ അടക്കുന്നില്ല, അല്ലെങ്കിൽ ടാക്സ് ലാബിലിറ്റി അയാൾ പിന്നീട് അത് മാറ്റി വെക്കുകയൊക്കെ ചെയ്യുന്ന കേസുകളാണ് അവിടെ വരുന്നത്. അയാളുടെ ടാക്സ് ലാബിലിറ്റി കുറയും. പക്ഷെ ഇത് ലീഗലായിട്ടാണ് അയാൾ ചെയ്യുന്നത്. ഓക്കെ, ഇതിനാണ് ടാക്സ് അവോയ്ഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ടാക്സ് ഇവേഷൻ ഇല്ലീഗലും ടാക്സ് അവോയ്ഡൻസ് ലീഗലും ആവുന്ന സിറ്റുവേഷനാണ് ഉള്ളത്. ഇനി മൂന്നാമത്തെ ഒരു ടേമാണ് ആക്സിലറേറ്റഡ് അസസ്മെന്റ്. നമുക്കറിയാം, സാധാരണഗതിയിൽ ജനറലി ദി ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ ഈസ് ടാക്സബിൾ ഇൻ ദി അസസ്മെന്റ് ഇയർ. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ, അതായത് പ്രീവിയസ് ഇയറിലെ ഇൻകം സാധാരണഗതിയിൽ ടാക്സബിൾ എന്നാണ്. ടാക്സബിൾ ആവുന്നത് ഈ വർഷമാണ്, അല്ലെ? അസസ്മെന്റ് ഇയറിലാണ് അത് നമ്മൾ ടാക്സബിൾ ആവുന്നത്. പക്ഷേ ചില കേസിൽ, ഇൻ സർട്ടൻ കേസസ് ദി ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ ഈസ് ടാക്സബിൾ ഇൻ ദ സെയിം ഇയർ. ഇപ്പൊ ചില സാഹചര്യങ്ങളിൽ പ്രീവിയസ് ഇയറിലെ ഇൻകം അതേ ഇയറിൽ തന്നെ ടാക്സബിൾ ആയിട്ട് മാറുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ ആക്സിലറേറ്റഡ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ആക്സിലറേറ്റഡ് അസസ്മെന്റ്. അപ്പൊ എന്താണ് ആക്സിലറേറ്റഡ് അസസ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രീവിയസ് ഇയറിലെ ഇൻകം സെയിം ഇയറിൽ തന്നെ, അതായത് ഒരു വർഷത്തിലുണ്ടാവുന്ന ഇൻകം അതേ വർഷത്തിൽ തന്നെ ടാക്സബിൾ ആവുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ആക്സിലറേറ്റഡ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കുക, വീണ്ടും കണ്ട് പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് മനസ്സിലാക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.